ഓരോ ടൈമിൽ നമ്മുടെ പ്രയോറിറ്റീസ് മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ വർക്കും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഒരു പെൺകുട്ടിക്ക് കല്യാണം വെരി ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. അത് കല്യാണം കഴിക്കാത്ത ആൾക്കാർക്ക് അങ്ങനെ ഞാൻ ഒരു മോശമായിട്ട് പറയുന്നല്ല, ബട്ട് അത് ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പ്രയോറിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് അവരുടെ ഒരു ഫാമിലി ലൈഫ് അതൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഒബ്വിയസ്ലി കരിയറും ഉണ്ട് ഇപ്പൊ എനിക്ക്. എപ്പോഴും എല്ലാം ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് ഇത് തുറക്കാല്ലേ? യെസ്. മൂന്നെണ്ണം കൂടി ഒപ്പം എടുത്തോ? വീണ്ടും ടോവിനോ. ഇത് വേറെ സിനിമയിലെ വേറെ ടോവിനോ. ഇതേതാ സിനിമ? പാട്ടുള്ള സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറയൂ, സിനിമയുടെ പേര് പറയുന്ന. എല്ലാരും. അപ്പൊ ഒരു തല്ലുമാലയുമ്പോ തള്ളായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ടോ? അത് എന്താണാവോ? ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ പുതിയൊരു ജ്വല്ലറിയോ തുണിക്കടയോ വന്നാൽ ആദ്യത്തെ ചോദ്യം ഉദ്ഘാടനം ഷബ്ന കാസിം ആണോ എന്നായിരുന്നു. വെറുതെ തള്ളു അല്ല, എഴുതിയിട്ടുണ്ട്. അത്ര പോപ്പുലർ ആയ ഒരാളെ പെട്ടെന്ന് കാണാതെ, അതായത് ഉദ്ഘാടനങ്ങളിൽ നിന്നൊക്കെ കാണാതെ, അതെന്താ അങ്ങനെ? ഉദ്ഘാടനം ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കട്ടെ എന്ന് വിളിക്കാനായിട്ടല്ല, വിളിക്കാനായിട്ടാണോ? ചിലപ്പോ ആയിരിക്കും അല്ലേ. എല്ലാവർക്കും നമുക്ക് ചാൻസസ് കൊടുക്കണ്ട. അവരും കുറച്ച് ഇങ്ങനെ ഇതുപോലെ വീടൊക്കെ വെച്ചോട്ടെ എന്ന് വിചാരിച്ചു. മനസ്സിന്റെ വലിപ്പം അല്ലേ? അതുകൊണ്ടാട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഉദ്ഘാടനത്തിന് പോയിട്ടാണല്ലോ ഇവിടെ ടോവിനോ. വീണ്ടും എന്റെ വീട്ടിൽ റെയ്ഡ് വരാൻ എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി സ്വർണ്ണക്കട്ടകളുണ്ട്. വേറെ സ്വർണ്ണം എല്ലാം ഞാൻ ഇങ്ങനെ വരുത്തിക്കും. അടുത്ത ഇത് ഞാൻ തന്നെ പേടിച്ചുപോയി. സ്വന്തം അങ്ങോട്ട് പേടിച്ചു. പഠിച്ചോനെ, ഇത് റീൽ എടുക്കുന്നത് വെറുതെ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കട്ടെ? വായിച്ചോളൂ. തെലുങ്കിലും മലയാളത്തിലും തമിഴിലും നിരവധി സിനിമകൾ ചെയ്ത ആളാണ് ഷംന. ഒരുപാടൊന്നും ഇല്ല, കുറച്ച് ഉണ്ട്. ഓക്കെ. എന്നിട്ട് ഷംന കാസിം എന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിലെത്തുന്നത് ഒരു ഡാൻസറെയാണ്. സിനിമയേക്കാൾ പ്രാധാന്യം ഡാൻസിനാണോ? തീർച്ചയായിട്ടും ആണെന്ന് ഞാൻ ക്വസ്റ്റ്യൻ. അങ്ങനെയൊന്നുമില്ല, രണ്ടും അങ്ങനെ. ഒബ്വിയസ്ലി ഡാൻസ് ആണ് എന്റെ എല്ലാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ മിസ് ചെയ്യുന്നത് എന്റെ ഡാൻസ് ആണ്. പക്ഷെ ഇപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഷംന സ്റ്റേജിൽ ഇപ്പൊ എന്താ വരാത്ത എന്നുള്ളൊരു ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്റെ അടുത്ത്. അതിൽ നിന്ന് ബ്രേക്ക് എടുത്തോ, അല്ല ഇക്ക സ്റ്റേജിൽ ഡാൻസ് ചെയ്യിപ്പിക്കില്ലേന്ന്. ഒരിക്കലും അല്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എന്റെ ഇക്കനോട് എനിക്ക് ഏറ്റവും വലിയൊരു താങ്ക്ഫുൾ പറയാനുള്ളത്, എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് ഒരാള് പ്രസവിച്ച ഒരു സെക്കൻഡ് മന്തിലൊക്കെ ഒരു നല്ല ഓഫർ വന്നപ്പം ഇത്രയും ചെറിയ കുഞ്ഞിനെ ഇട്ടിട്ട് ഷൂട്ടിന് പോ എന്ന് പറയും. അത് ഞാൻ ഒരിക്കലും ഇക്കിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇക്ക എന്നോട് പറഞ്ഞത്, നിന്റെ കരിയറിന് അത് നല്ലതാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്, നോ പ്രോബ്ലം. പിന്നെ മോൻ, അത് നിന്റെ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ദിവസത്തേക്കല്ലേ, ചിലപ്പോ മോന്റെ ഭാഗ്യമാവാം നിനക്ക് നല്ല റോൾസ് വരുന്നത്. പക്ഷെ അതുപോലെ കുറെ ആൾക്കാരുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇക്ക ഡാൻസ് നിർത്തിച്ചോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ല, ഇപ്പം ഒരു ചെറിയൊരു ബ്രേക്ക്. ബട്ട് 2024 എന്തായാലും ഞാൻ